കമലത്തിന്റെ അമ്മേ. എടാവോ നീയായിരുന്നോ? മണിഞ്ചിട്ട അണ്ണനെ കണ്ടിട്ട് സിനിമയിൽ ആരെപ്പോലുണ്ട്? മുടിയൊക്കെ മധുവിനെ പോലാ. നീ പോയി അസുഖത്തെ നിർത്തുണ്ടോ? അവിടെ പോകരുത്. ഞാൻ പോയി അമ്മയുടെ അടുത്ത് പറയാം. എടാവേ, പിന്നെ എന്തൊക്കെയാ നാട്ടുവിശേഷങ്ങൾ? മണിയമ്പിള്ള സിഗരറ്റ് വലിക്കോ? ഞാൻ വലിക്കല. അത് മോശം. ചെറുപ്പക്കാരായാൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വലിക്കണ്ടേ? വേണ്ട വേണ്ട, ചീത്തയാ. MGR വലിക്കത്തില്ലല്ലോ. അയ്യോ അയ്യോ. അണ്ണ, മണിയൻചേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ വാക്ക് കൊടുത്താണ്, എടുത്തേ പറ്റൂ. മണിയമ്പിള്ളക്ക് ഇങ്ങനെയൊക്കെ മതിയോ? ഇത്തിരി മേക്കപ്പ് ഒക്കെ വേണ്ടേ? മേക്കപ്പ് ഒന്നും വേണ്ട. ഇതാണ് മണിയൻചേട്ടന്റെ മേക്കപ്പ്. എന്നാ ശരി, വാ മണിയമ്പിള്ളേ. നീ അകത്തോട്ട് തന്നെ. നീ നിൽക്കുന്നോണ്ടാ മണിയമ്പിള്ളക്ക് വിഷമം. ചെല്ല്. പിന്നെ ഇനി ആ തൊപ്പി എടുത്ത് വെച്ചോ. അമ്മേ, നീ ആള് കാണാൻ പാമാണല്ലോടാ മണിയമ്പിള്ളേ. എന്നാലും നിന്റെ കാര്യം മഹാ കഷ്ടം തന്നെ. എന്തൊക്കെ അവനെ ഇട്ട് വട്ട് കളിപ്പിച്ച്. അവൻ ആള് മിടുക്കനാമേ. ആവശ്യത്തിനുള്ള കാര്യവരൊക്കെ അവനുണ്ട്. എന്തായാലെന്താ, തല തിരിഞ്ഞു പോയില്ലേ എന്ന് വെച്ച് തള്ളയ്ക്ക് തള്ളി പറയാൻ പറ്റുമോ? ഇവളെ വലിയ കാര്യവാ. അയ്യോ അണ്ണ, ആളൊരു പൊങ്ങിനോ, ഒന്ന് പൊക്കി കൊടുത്തേച്ചാൽ മതി, എന്ത് വേണേലും കൊണ്ടുതരും. നിന്നെക്കാളും 4 മാസത്തിനിളപ്പോ. നീ തുലാത്തില്, അവൻ കുംഭത്തില്. എന്നോടൊരു സിനിമയ്ക്ക് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. അതാ അവന്റെ ലോകം. ആരും സിനിമ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എന്നെയും ചത്തേന്. പക്ഷെ എനിക്ക് ഉപകാരിയ, വല്ലപ്പോഴും മില്ലിപ്പോയി നെല്ലൊക്കെ കുത്തിക്കൊണ്ടുവരും. എന്നോട് അവസാനം താങ്ക് യു ഒക്കെ അടിച്ചു. അതൊക്കെ ഇവിടെ വികൃതിയാ. നിന്നെയാണെന്ന് തോന്നുന്നു. ആഹാ, നീ പോയില്ലേ? എന്റെ ഫോട്ടോ എന്താ? എടാ, അതിന് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുക്കണ്ടേ? നീ പോയി 2 ദിവസം കഴിഞ്ഞ് വാ. കളഭക്കുറിയിട്ട് മുറപ്പെണ്ണേ നിന്റെ കളിയും ചിരിയും എവിടെ പോ, എവിടെ പോ. കളഭക്കുറിയിട്ട മുറപ്പെണ്ണേ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോയി. കളഭക്കുറിയിട്ട മുറപ്പെണ്ണേ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോയി, എവിടെ പോയി. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാം. എനിക്ക് ഈ ഫോട്ടോത്തിൽ ഒത്തിരി കനം തോന്നിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത് മണിയമ്പിള്ളക്ക് ഇനി സിനിമയിലൊക്കെ അഭിനയിക്കാമെന്ന്. അണ്ണന് സിനിമാക്കാരുമായിട്ടൊക്കെ വലിയ എന്തൊന്നല്ലേ? ഈ പത്രത്തില് സിനിമാക്കാരെ പറ്റി എഴുതുന്നത് അണ്ണന്? ആര് പറഞ്ഞു? കമലം പറഞ്ഞു. എനിക്ക് അവരുടെ 2 ഫോട്ടോ തരാവോ? ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാം. എന്താ വാസു,
രാവിലെ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ഇതാണ് മണിയമ്പിള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ഓഹോ, മണിയമ്പിള്ള പഠിച്ചിട്ടുണ്ടോ? 5 വരെ പോയി, പിന്നെ പോയില്ല. ആ മുൻഷി സാർ ആള് മഹാ ചീത്തയാ, എന്നെ എപ്പോഴും തല്ലും. മണിയമ്പിള്ളയെ പറ്റി വാസു ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അവനെ വിടണ്ട കേട്ടോ, മുറുക്കി പിടിച്ചോ. അവന് വലിയ വലിയ സിനിമാക്കാരായിട്ടൊക്കെ ഭയങ്കര ഇടപാടാ. ഇതാ എന്റെ ഫോട്ടോ, അന്ന എടുത്താ. ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അടിച്ച് കസറിയിരിക്കല്ലേ? ഒരു നടനെയും ഒരു നടിയെയും തരാം. പറഞ്ഞോ, ഏത് നടനെ വേണം? പ്രേം നസീർ ഉണ്ടാ? ഓ യെസ്. ഇനി നടി പറഞ്ഞോ, ആരെയാ വേണ്ടത്? ജ്യോതിലക്ഷ്മി മതി. കുഴഞ്ഞല്ലടാവേ, ഒരു കാര്യം ചെയ്യാം. ജ്യോതിലക്ഷ്മി ഇല്ല, ലക്ഷ്മിയുണ്ട്. തൽക്കാലം ഉള്ള ലക്ഷ്മിയെ കൊണ്ടങ്ങ് തൃപ്തിപ്പെടും. മണിയമ്പിള്ളയ്ക്ക് ഇതാരാണെന്ന് അറിയാമോ? ഇവനാണ് കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. ആളെങ്ങനുണ്ട്? കള്ളം കള്ളം, എന്നെ പറ്റിക്കാൻ പറയുവാ. അല്ലടാ, നീ അങ്ങേപ്പുറത്ത് പോയി അമ്മയോട് ചോദിച്ചോ, സംശയം തീർക്കാമല്ലോ. ഉള്ളതാണോ കമലത്തിന്റെ അമ്മ അന്നം പറഞ്ഞേ? അവൻ എന്തോ പറഞ്ഞു? കമലത്തെ കെട്ടാൻ പോണ ആളാണെന്ന്. നീ ഇങ്ങോട്ട് വാ. നീ കണ്ടോ? എങ്ങനെയുണ്ട്, കൊള്ളാമോ? ആരാ അത്? അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ബോംബെയിലെ വലിയൊരു ഉദ്യോഗസ്ഥനാ. എന്താണ് ഈ കാണിച്ചത്? എനിക്ക് കഞ്ഞി വേണ്ട. അതിന് പാത്രമായിട്ടറിഞ്ഞത്? എനിക്ക് തോന്നിയിട്ട്. എന്താ മക്കളെ കാര്യം? നീ അമ്മയോട് വാ. എനിക്കൊരു ജോലി വേണം. അച്ഛൻ പറഞ്ഞ ജോലി എനിക്ക് വേണം.